പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അവസാനിച്ചു. തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വിഭാഗത്തെ പൂർണ്ണമായി അകറ്റുവാനും മറ്റൊരു വിഭാഗത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനുമുള്ള ഒരു തന്ത്രമാണ് ഇടതുപക്ഷം കേരളത്തിൽ പയറ്റിയത്. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ആ തന്ത്രം പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴിതെങ്ങനെ സംഭവിച്ചു എന്ന് അതിൻ്റെ യഥാർത്ഥ വസ്തുത കണ്ടെത്തുന്നതിന് പകരം നേരത്തെ അനുവർത്തിച്ചു വന്നിരുന്ന അതേ നയം തന്നെ, അതേ വർഗീയ നയം തന്നെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ഇടതുപക്ഷം ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. ഇവിടെ OTA KTA എന്ന ഒരു ഗാനം, അത് വളരെ ഏറെ ആലപിക്കപ്പെട്ട ഒരു ഗാനമാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കാരണം എന്നാണ് ഇടതുപക്ഷം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെതിരിൽ ഒരു പരാതി കിട്ടിയ ഉടനെ തന്നെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യമൊന്നും ഇപ്പോൾ ഇടതുപക്ഷം കണക്കിലെടുക്കുന്നില്ല. ഈ ഗാനം എഴുതിയതാവട്ടെ ഒരു മുസ്ലിം നാമധാരിയുമാണ്. ഈ ഗാനത്തെ അയ്യപ്പ ഭക്തന്മാരായ സന്ദീപ് വാര്യർ, RV ബാബു തുടങ്ങിയ നേതാക്കൾ ഒന്നും ഒരു പ്രശ്നവുമില്ല മറുനാടൻ ചാനലിലും ഈ ഗാനത്തെ അനുകൂലിച്ചുകൊണ്ടാണ് വാർത്ത ചെയ്യുന്നത്. അങ്ങനെ അയ്യപ്പ ഭക്തന്മാർക്കൊന്നുമില്ലാത്ത ഒരു ഭക്തി ഇടതുപക്ഷത്തിന് ഇപ്പോൾ അയ്യപ്പനോട് ഉണ്ടായി എന്നതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ കോടതി വിധി അനുസരിച്ച് സ്ത്രീകളെ കയറ്റാൻ പുറപ്പെട്ടപ്പോൾ അയ്യപ്പ ഭക്തന്മാർ അതിന് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഈ എതിർപ്പിനെ മറികടന്നുകൊണ്ട് തൻ്റെ അധികാരം ഉപയോഗിച്ച് 2 സ്ത്രീകളെ കൊണ്ടുവന്ന് പോലീസ് അകമ്പടിയോടുകൂടി ശബരിമലയിൽ കയറ്റുകയായിരുന്നു മുഖ്യമന്ത്രി. അതോടനുബന്ധിച്ച് DYFIക്കാർ നാടൊട്ടുക്കും ഈ സ്ത്രീകളെ കയറ്റാതിരിക്കുന്നതിനെതിരിൽ സമരങ്ങൾ സംഘടിപ്പിച്ചു. അതിൽ ഒരു സമ്മേളനത്തിൻ്റെ കവാടത്തിൽ വളരെ ആഭാസകരവും അശ്ലീലകരവുമായ ഒരു കവാടമാണ് അവർ നിർമ്മിച്ചു വച്ചിരുന്നത്. അത്രമാത്രം അയ്യപ്പ ഭക്തന്മാരെ മനസ്സ് വേദനിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതോടുകൂടി അയ്യപ്പ ഭക്തന്മാരെല്ലാം തെരുവിലിറങ്ങി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ ഈ പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ ഇറങ്ങിയതിൽ നമ്മുടെ സുകുമാരൻ നായർ അടക്കമുണ്ടായിരുന്നു. അവരൊക്കെ പിന്നീട് പിണറായി വിജയനോടൊപ്പം ചെന്ന് ചേരുന്നതാണ് നമ്മൾ കണ്ടത്. ഈ വിഷയത്തിൽ, ഈ ഗാനത്തിൽ അയ്യപ്പ ഭക്തന്മാരായ ആളുകൾക്ക് ആർക്കും പ്രതിഷേധമില്ലാതിരിക്കെ ഇടതുപക്ഷം മുഖ്യമന്ത്രി മുതൽ താഴോട്ടുള്ളവരെല്ലാം തന്നെ ഇതിലൊരു വിമർശനം കണ്ടെത്തുകയും വർഗീയത കണ്ടെത്തുകയും പെട്ടെന്ന് കേസെടുക്കുകയും ചെയ്തത് നമ്മെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അവർ ഇതിൻ്റെ ഗാനരചയിതാവിൻ്റെ പേര് കുഞ്ഞബ്ദുള്ള എന്നായതുകൊണ്ട് അതുവഴി ഒരു വർഗീയത കൂടി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്ന പരിശ്രമത്തിലാണ്. എന്നാൽ അയ്യപ്പ ഭക്തന്മാർക്ക് ആ ഗാനത്തോട് പ്രതിഷേധമില്ലെന്ന് മാത്രമല്ല, അയ്യപ്പൻ്റെ പേരിൽ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ അത് ചെമ്പാണെന്ന് രേഖപ്പെടുത്തി കൊടുത്ത ആൾ ഇവിടെ ഉണ്ട്. അയാൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവാണ്. അയാൾ ജയിലിലായിട്ട് ഇതുവരെയായും അയാളുടെ പേരിലൊരു നടപടി CPM സ്വീകരിച്ചിട്ടില്ല. എന്നാൽ അയാൾ ജയിലിൽ തറയിൽ കിടക്കുന്നു എന്നതിൽ അവർ വിഷമം പ്രകടിപ്പിക്കുന്നുമുണ്ട്. അയ്യപ്പ ഭക്തന്മാരോട് ഇത്രയും സ്നേഹം പ്രകടിപ്പിക്കുന്നവർ തന്നെ അത് അവിടുന്ന് കളവ് നടത്തിയവരോടൊപ്പം തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇതൊരു വിരോധാഭാസമായി നമുക്ക് തോന്നാമെങ്കിലും ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അത് തോന്നാറില്ല. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പരിശോധിച്ച് എന്തായിരുന്നു അതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പരിശോധിക്കാതെ പഴയ
വർഗീയത തന്നെ വീണ്ടും ആവർത്തിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. എത്ര കണ്ട് വിജയിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നേരത്തെ PMCയിൽ ഒപ്പിടാൻ ഒരു പാലമായി ജോൺ ബ്രിട്ടാസ് നിന്നതുപോലെ തന്നെ ഇപ്പോൾ ഇനി ഇതിൽ പാലമുണ്ടോ എന്നറിയില്ല. നേരത്തെ കുറേ കാലമായി ഗവർണറും ഗവൺമെൻറ്റും തമ്മിൽ നിരന്തരമായ സമരത്തിലായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ VC-മാരെ നിയമിക്കുന്നതായിരുന്നു വലിയ പ്രശ്നം. ഇടതുപക്ഷം ഒട്ടും വഴങ്ങിയില്ല, ഗവർണറും വഴങ്ങിയില്ല. അവസാനം ഗത്യന്തരമില്ലാതെ എന്ന് പറയാൻ കഴിയില്ല, പിണറായി വിജയൻ്റെ എന്തോ താല്പര്യത്തിൽ ഒരു മന്ത്രിസഭ ഇവിടെയുണ്ട്, അവിടെ ഒരു ചർച്ച പോലും നടക്കാതെ ഈ കാര്യത്തിലും ഗവർണറുടെ ആഗ്രഹം, കേന്ദ്ര ഗവർണറുടെ ലക്ഷ്യം പിണറായി വിജയൻ ഒറ്റയ്ക്ക് നിറവേറ്റി കൊടുത്തിരിക്കുന്നു. EDയുടെ കേസുകളെല്ലാം ഇവരുടെ പേരിലൊക്കെ പല പേരിലും തിരഞ്ഞെടുപ്പാകുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പിന്നെ അതിലൊക്കെ കോടതിയിൽ നിന്ന് പോലും തള്ളിപ്പോകുന്ന ദുർബലമായ ഒരു ചാർജ് ഷീറ്റാണ് ED സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുമ്പ് ആരെയോ ഒന്ന് പോക്കറ്റിലാക്കുവാൻ, ആരെയോ ഒന്ന് പേടിപ്പെടുത്തുവാനുള്ള ശ്രമമാണ് ED എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പേടിപ്പെടുത്തലിന് വിധേയമാകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലും ഉള്ളത് എന്നാണ് ഏറെ ദുഃഖകരം. ഈ പേടിപ്പെടുത്തൽ ബംഗാളിലോ തമിഴ്നാടിലോ ഒന്നും ഇതുവരെ നടത്തിയിട്ടും ഒട്ടും ഫലം കണ്ടതുമില്ല. ഇടതുപക്ഷത്തിലുള്ള CPI പോലെയുള്ള ആളുകൾ പിണറായി വിജയൻ്റെ പഴയ കാലത്തെ മാർക്സിസ്റ്റ് ആശയത്തെയാണ് തപ്പുന്നതെങ്കിൽ ഇപ്പോൾ പിണറായി വിജയൻ അവിടെ നിൽക്കുന്നില്ല എന്ന വസ്തുത അവർക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴാണ് അവർക്ക് കുറേശ്ശെയായി അറിവ് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തൃശ്ശൂർ തിരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായി നീങ്ങുകയും അവിടെ CPIക്കുണ്ടായിരുന്ന സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു പോയിട്ടും ഒരക്ഷരം ഇക്കാര്യത്തിൽ ഇന്നോളം മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല. അതുപോലെ പല കാര്യങ്ങളിലും അതിൻ്റെ ബാക്കിപത്രം തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർക്ക് BJPക്ക് ലഭിക്കുവാൻ വേണ്ട ഒത്താശ ഇവർ ചെയ്തു കൊടുത്തത് എന്ന് വേണം അനുമാനിക്കാൻ.